ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി എങ്ങനെയൊക്കെയാണ് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ക്യാപിറ്റൽ ഗെയിൻ. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ സ്റ്റോക്കിന്റെ വില കൂടുന്നതിനനുസരിച്ച് നമുക്ക് പണം കിട്ടും. രണ്ടാമത്തത് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ആ കമ്പനി വർഷാവർഷം ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു ചെറിയ വിഹിതം നമുക്കും കിട്ടും. നമ്മളും ഓണേഴ്സ് ആണല്ലോ സ്റ്റോക്ക് വാങ്ങുന്നത് വഴി. മൂന്നാമതായിട്ട് ആ സ്റ്റോക്കിനെ നമുക്ക് റെന്റിന് കൊടുത്തിട്ട് അതിൽ നിന്നും ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ വിളിക്കുന്ന പേരാണ് SLBM, സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് മെക്കാനിസം. സ്റ്റോക്ക് കയ്യിലുള്ള ഒരാൾ മറ്റൊരാൾക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് ആ സ്റ്റോക്കിനെ റെന്റിന് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് SLBM. ഗ്ലോബലി ഇത് വലിയ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇന്ത്യയിൽ ഇപ്പോഴും പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഇത് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ട് ഏകദേശം 10 വർഷമായി. 1997 ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് അവതരിപ്പിക്കുന്നത്. സ്റ്റോക്ക് റെന്റിന് കൊടുക്കുക, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 സുഹൃത്തുക്കൾ, അനന്തു, സിബി. ഇതിൽ സിബി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അനന്തുവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. സിബി തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് എല്ലാ ദിവസവും കാറിലാണ് പോകുന്നത് എന്നും വിചാരിക്കും. രാവിലെ സിബി കാറിൽ ഓഫീസിൽ പോയാൽ വൈകുന്നേരം ആകുന്നത് വരെ ആ കാറ് അവിടെ വെറുതെ കിടക്കും. വൈകുന്നേരം ആ കാറിൽ സിബി തിരിച്ച് വീട്ടിലേക്ക് വരും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനന്തുവിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നത്. എന്തായാലും ആ കാറ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ വെറുതെ കിടക്കുകയാണല്ലോ, എന്നാൽ ആ കാറ് അനന്തു റെന്റിനെടുത്തുകൊണ്ട് ടാക്സി ആയിട്ട് ഓടാം. അപ്പം അങ്ങനെ ആവുമ്പോൾ അനന്തുവിന് അതിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ അനന്തു ഇത് റെന്റിനെടുക്കുന്നത് വഴി സിബിക്കും ഒരു തുക കിട്ടും. 2 പേർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ഇതുപോലെ തന്നെയാണ് SLBM പ്രവർത്തിക്കുന്നത്. SLBM ഒരു ലെൻഡർ ഉണ്ട്. ഈ ലെൻഡറുടെ കയ്യിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്കുകളുണ്ട്. ഈ സ്റ്റോക്കുകൾ ഒരു ബോറോവർക്ക് റെന്റിന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എക്സ്ചേഞ്ചും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അനന്തുവിൻ്റെയും സിബിയുടെയും കാര്യം പറഞ്ഞതുപോലെ ഈ ലെൻഡറും ബോറോവറും തമ്മിൽ കാണുന്നില്ല. ഇതിൻ്റെ ഇടയിൽ എക്സ്ചേഞ്ച് ആണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുന്നത് പോലെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ സ്റ്റോക്ക് വാങ്ങിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇതേപോലെ തന്നെ ആരുടെ കയ്യിൽ നിന്നാണ് ഈ ബോറോവർക്ക് ആ ഒരു സ്റ്റോക്കുകൾ കിട്ടിയത് എന്നൊരിക്കലും ബോറോവറും ആർക്കാണ് ഈ സ്റ്റോക്കുകൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഈ ലെൻഡർക്കും അറിയില്ല. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് ആരൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുന്നത്. ഒരു ലെൻഡർ ഉണ്ടാകും, ഒരു ബോറോവർ ഉണ്ടാവും, ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ്ചേഞ്ചും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കർമാരും ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. SLBM സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും സെബി റെഗുലേറ്റഡ് ആണ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് SLBM ഉള്ളത്? ഒന്നാമത്തെ സ്റ്റെപ്പ്, ലെൻഡറും ബോറോവറും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ലെൻഡറും ബോറോവറും നേരിൽ കാണുന്നില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ്, ലെൻഡറും ബോറോവറും തങ്ങളുടെ കാലാവധി, അതേപോലെ ലെൻഡിങ് ഫീസ്, ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതെല്ലാം അംഗീകരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ബോറോവർ ഒരു കൊളാട്രൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും. നാലാമത്തെ സ്റ്റെപ്പ്, പറഞ്ഞുറപ്പിച്ച അത്രയും സ്റ്റോക്കുകൾ ലെൻഡർ ബോറോവറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ്, കാലാവധി കഴിയുമ്പോൾ പറഞ്ഞുറപ്പിച്ച ലെൻഡിങ് ഫീസും അതേപോലെ തന്നെ സ്റ്റോക്കുകളും ബോറോവർ തിരിച്ച് ലെൻഡറുടെ അക്കൗണ്ടിലേക്ക് തിരികെ കൊടുക്കുക എന്നുള്ളത്. SLBM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലെ 2 സുഹൃത്തുക്കളില്ലേ, അനന്തു, സിബി, അവരുടെ ഉദാഹരണം തന്നെ വെച്ചുകൊണ്ട് ഇതും സംസാരിക്കാം. സിബിയുടെ കയ്യിൽ 5000 സ്റ്റോക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു സ്റ്റോക്കിന് 100 രൂപ വെച്ച് സിബി വാങ്ങിച്ച് സിബിയുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ലോങ് ടേമിലേക്ക് കരുതി ഇൻവെസ്റ്റ് ചെയ്ത 5000 സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്കുകൾ അനന്തുവിന് റെന്റിന് കൊടുക്കുകയാണ്, 1 മാസത്തെ കോൺട്രാക്ട്. അപ്പൊ അവർ ലെൻഡിങ് ഫീസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് 1%. അതായത് 5000 സ്റ്റോക്കുകൾ 100 രൂപ വെച്ചിട്ട്, അതായത് 5000 × 100 5 ലക്ഷം രൂപയുടെ സ്റ്റോക്കുകളാണ് സിബിയുടെ കയ്യിലുള്ളത്. ഇത് അനന്തുവിന് റെന്റിന് കൊടുക്കുകയാണ് 1% ലെൻഡിങ് ഫീസിൽ, അതായത് 5000 രൂപ ലെൻഡിങ് ഫീസ്. അനന്തുവിന്റെ മനസ്സിൽ അടുത്ത 1 മാസത്തേക്ക് മാർക്കറ്റ് ക്രാഷ് ആകാൻ പോവുകയാണ് എന്നുള്ള ചിന്തയുടെ മുകളിലാണ് ഈ ഒരു സ്റ്റോക്കുകൾ സിബിയുടെ കയ്യിൽ നിന്നും റെന്റിന് എടുക്കുന്നത് എന്ന് വിചാരിക്കും. അനന്തു ആ സ്റ്റോക്കുകൾ റെന്റിനെടുത്തതിന് ശേഷം അത് ഷോർട്ട് സെല്ല് ചെയ്തു അടുത്ത 1 മാസത്തേക്ക്. അപ്പോൾ ഓർക്കുക, സിബി ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ്. സിബി അടുത്ത 5-10 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 1 മാസത്തേക്ക് ഉണ്ടാവുന്ന ചെറിയ ഫാളൊക്കെ ചെറിയൊരു കാര്യം മാത്രമാണ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഫാളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും അത്രയ്ക്ക് പേടിക്കേണ്ട ഒരു കാര്യമല്ല. അത് അതിനെക്കാട്ടിലും ശക്തമായിട്ട് വരും നാളുകളിൽ തിരിച്ചു കയറി പോകുമെന്നുള്ള കാര്യം സിബിക്ക് ഉറപ്പുണ്ട്. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു കാലയളവിലേക്ക്, അതായത് 1 മാസത്തേക്കൊക്കെ ഉണ്ടാവുന്ന ഫാളുകൾ എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികം മാത്രമാണ് എന്നറിയാം.
ഒരു 5-10 വർഷത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫാള് അത് കഴിഞ്ഞത് അതിനെക്കാട്ടിലും ശക്തമായിട്ട് 100 രൂപയുള്ള ആ ഒരു സ്റ്റോക്ക് 200-ലോ 300-ലോ ഈവൻ 500-ൽ വരെ എത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളാണ് സിബി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അനന്തു റെന്റിനെടുത്ത ആ സ്റ്റോക്കുകൾ ഷോർട്ട് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കും. 100 രൂപ ഉണ്ടായിരുന്ന ആ സ്റ്റോക്കുകൾ ഒരു മാസം കഴിയുന്ന സമയം 90 രൂപയിലേക്ക് വില കുറഞ്ഞു എന്ന് വിചാരിക്കും. ഒരു സ്റ്റോക്കിന് 10 രൂപ. അപ്പൊ അനന്തുവിന്റെ ലാഭം 10 × 5000 സ്റ്റോക്ക്, അതായത് 50,000 രൂപ. അപ്പൊ സിബിയെ സംബന്ധിച്ചിടത്തോളം സിബിക്ക് ആ ഒരു മാസത്തേക്ക് 1% ലെൻഡിങ് ഫീസിൽ ഈ ഒരു സ്റ്റോക്കുകൾ അനന്തുവിന് ലെൻഡിന് കൊടുക്കുന്നത് വഴി 5000 രൂപ വെറുതെ കിട്ടുന്നു. ഒരു വിൻ വിൻ സിറ്റുവേഷൻ, രണ്ട് സൈഡിലും ലാഭമുണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയാണ് SLBM പ്രവർത്തിക്കുന്നത്. ഇതിന്റെ കോൺട്രാക്ട് സാധാരണഗതിയിൽ 1 മാസം മുതൽ 12 മാസം വരെ ആയിരിക്കും ടെന്യൂർ ഉണ്ടാവുന്നത്. ഇത് NSEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് മാർക്കറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന്. അവിടെ ഏകദേശം 600ഓളം കമ്പനീസ് ആണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. SLBM കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ചയാവും ഉണ്ടാവുന്നത്. നമുക്കറിയാം ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, അതായത് F&Oന്റെ കോൺട്രാക്റ്റുകൾ മാസത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ചയാണല്ലോ ഉണ്ടാവാറുള്ളത്. അതേസമയം ആ ദിവസം മാർക്കറ്റ് ഹോളിഡേ ആണ് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിലായിരിക്കും ആ ഒരു എക്സ്പയറി ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളും ലോങ് ടേമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.